സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകാവസാനം വരെയും നിങ്ങളുടെ കൂടെയുണ്ട്. ഭൂമി ദൈവം എൻ്റെ നിൻ്റെ കൂടെ ഉണ്ടെന്നാണ് ദൈവം അരുളി ചെയ്തിരിക്കുന്നത്. ചില സന്ദേശങ്ങൾ അറിയിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം മനുഷ്യനെ പരമേൽപ്പിച്ചിരിക്കുന്നത് സുവിശേഷം പറയാനാണ്. അതായത് കർത്താവിനെ കുറിച്ച് പറയുക. കർത്താവ് രക്ഷിതാവാണ്. കർത്താവ് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചു. അവനിൽ കൂടെ നമുക്ക് രക്ഷയുണ്ട്. നമ്മെ ദൈവം സ്നേഹിക്കുന്നു. ദൈവം നമ്മെ മാടി വിളിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നൊക്കെയാണ് നാം പറയേണ്ടത്. എന്നാൽ ഇന്ന് നടക്കുന്നത് അങ്ങനെയല്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും സുവിശേഷം പറയുന്നവരെ കുറിച്ച് മോശമായി രീതിയിൽ പറഞ്ഞ് മറ്റുള്ളവരുടെ മിനിസ്ട്രിയെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സുവിശേഷ പ്രവർത്തനങ്ങളെ എന്നേക്കുമായി തുടച്ചു മാറ്റുന്ന രീതിയിലുള്ള നുണകളാണ് ചില സുവിശേഷകർ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസലോട് അത് ശരിയായ ഒരു നടപടിയല്ല. വിശ്വാസകോളത്തിലുകൊണ്ട് രാവിലെ ഞായറാഴ്ചയിൽ ആരാധിക്കാൻ പോകുന്നവരാ ഇന്നും തമ്മിൽ വഴക്ക, തെറുവിളിയ, വീട്ടിലിരുന്നു പോനാത്തൂടെ, അങ്ങനെ പല രീതിയിലാണ് ലോകത്ത് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു സുവിശേഷകർക്ക് പറ്റിയ ഒരു നടപടിയല്ല. കാരണം ദൈവം ആരാന്ന് മിണ്ടാതിരുന്നറിയും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇപ്പോൾ സുവിശേഷം പറയുന്നവർക്കും എതിരായിട്ട് സുവിശേഷകർ ഇറങ്ങിയിരിക്കുക. കയറ്റരുത്, പ്രാർത്ഥിപ്പിക്കരുത്, സഹായങ്ങളൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കാശിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവരും ഇതിനകത്തുണ്ട്. ആ പറയുന്ന വ്യക്തിയും കാശ് മേടിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട്. അപ്പം അങ്ങനെയുള്ള സുവിശേഷ പ്രവർത്തകർ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ നാള് ലോകത്തുണ്ടാവില്ല. അതിന് യാതൊരു സംശയമില്ല. കാരണം ദൈവം സന്ദർശിക്കും. അനേകർക്ക് ബ്രീസ്ലാമിൻ ദൈവത്തിൻ്റെ ഹല്ലേലൂയ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. ദൈവം ഹല്ലേലൂയ സ്തോത്രം നടപടി ദൈവം എടുത്തിട്ടുണ്ട്. സുവിശേഷം നാം പറയുക, മറ്റുള്ളവരെ കുറിച്ച് മോശമായി പറയുന്നതല്ല സുവിശേഷം എന്ന് പറയുന്നത്. ഭൂതം ബാധിച്ച കുറേ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പാരമ്പര്യ ശക്തി വിട്ടുപോകാതെ ഉള്ളവരുണ്ട്. അതായത് പാരമ്പര്യ ശക്തി വിട്ടുപോകാതെ, പിശാചി വിട്ടുപോകാതെ സ്നാനപ്പെട്ടവരുണ്ട്. പിശാചിനെയും വെച്ച് സ്നാനപ്പെട്ട് എഴുന്നേറ്റവരുണ്ട്. അത് വിട്ടുപോകില്ല. അങ്ങനെ മോശമായ രീതിയിൽ സുവിശേഷ പ്രവർത്തകരുടെയിൽ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് പലരും എഴുന്നേറ്റുണ്ട്. ഇതിൻ്റെയൊക്കെ അന്ത്യം കുറിക്കുന്ന ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷകർക്കെതിരായി നുണ പറയുകയും സുവിശേഷക്കെതിരായി എഴുന്നേൽക്കുകയും സുവിശേഷക്കെതിരായി മോശമായി സംസാരിക്കുകയും സുവിശേഷക്കെതിരായി പ്രൈസലാമെ തെറ്റായ രീതിയിൽ പറഞ്ഞ് ബ്ലോക്ക് ഒട്ടിക്കുന്നത് പോലെ ഒട്ടിച്ചു വെച്ചിരിക്കുക. ഒരിക്കലും ഇളകിപ്പോകാത്ത രീതിയിൽ. അതായത് തെറ്റായ ധാരണകൾ പറഞ്ഞ് മറ്റുള്ളവരെ ധരിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ആരും സുവിശേഷം കേൾക്കുകയും ചെയ്യുന്നില്ല. ആരടുത്ത് പറഞ്ഞാലും അവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ തെറ്റായ രീതിയിൽ മനുഷ്യൻ പറഞ്ഞു വച്ചിരിക്കുകയാണ്. നമ്മുടെ സുവിശേഷകർ തന്നെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് ശരിയായൊരു നടപടിയല്ല എന്നാണ് ഞാൻ ഇന്ന് സന്ദേശത്തിൽ കൂടെ പറയുന്നത്. എടോ, നിനക്ക് ഒരു ജോലിയുമില്ലേ? നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം നീ ചെയ്താൽ പോരെയോ? മറ്റുള്ളവരുടെ കാര്യം പറയണം. നീ ഓടി നടന്ന് പറയുക. നീ എത്ര നാൾ പറയും?
മറ്റുള്ള സുവിശേഷകർക്കെതിരായി നീ എത്ര നാൾ പറയും? നിന്റെ ശ്വാസം നിന്ന് പോയാൽ നീ പിന്നെ ഒന്നുമില്ല. അത് വരാതിരിക്കുവാൻ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ ഭയപ്പെട്, ദൈവത്തെ സ്തോത്രം മഹത്വപ്പെടുത്ത്. യഹോവ പ്രൈസല കൃമിക്കരയായെന്നാണ്. ഒറ്റ അടിക്ക് ദൈവത്തിൻ്റെ ന്യായവിധി വന്ന് കൃമിക്കരയായി. സ്തോത്രം. സുവിശേഷത്തിന് വിരോധമായി എഴുന്നേറ്റതുകൊണ്ടാണ്. സ്തോത്രം. അതുകൊണ്ട് സുവിശേഷത്തിന് ശക്തിയുണ്ട്, സുവിശേഷത്തിന് അതിൻ്റെ പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനത്തെ നിശ്ചലമാക്കുവാൻ നോക്കുന്ന നമ്മുടെ ഇടയിലുള്ള ചില സുവിശേഷകരുണ്ട്. ദൈവം വിടില്ല. ദൈവം പ്രൈസലാമേൻ അതെ ദൈവത്തിൻ്റെ കോപം വരുവാനിടയായിത്തീരുമെന്ന് ഞാൻ ഇന്ന് സന്ദേശത്തിൽ കൂടെ നിങ്ങളോട് അറിയിക്കുകയാണ്. കാരണം ഓരോ വ്യക്തികൾക്കും ഓരോ മിനിസ്ട്രി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവം വിളിച്ചവരെ അവരിൽ ചില കർത്തവ്യം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് നീയൊക്കെ അടയ്ക്കാൻ നോക്കുകയാണെങ്കിൽ നിന്നെ ദൈവം എന്നേക്കുമായി പ്രൈസലാം ഭൂമിയിൽ നിന്ന് പ്രൈസലം പറിച്ചെറിഞ്ഞ് കളയും ദൈവം. അതുകൊണ്ട് സ്തോത്രം, ദൈവം ആരാണെന്ന് സ്തോത്രം അറിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് മിണ്ടാതിരിക്കുക. ദൈവം ശക്തനും പരിശുദ്ധനുമായ ദൈവമാണ്. യേശുക്രിസ്തു അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവാണ്. അവനൊന്ന് കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. പ്രൈസലാമേ സ്തോത്രം. അതുകൊണ്ട് ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ യഹോവയെ ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് സുവിശേഷ വേലക്കാർ, സുവിശേഷകർ കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൈസലോ ഇന്ന് പാസ്റ്റർമാരുടെ മക്കൾ പോലും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാതെ അവർ ജോലി ചെയ്ത് ജീവിക്കുക. കാരണം അപ്പനൊക്കെ കഷ്ടപ്പെട്ട് പ്രയാസത്തിൽ വരുന്ന ഇവർ കണ്ട്, അതുകൊണ്ട് അവർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് ഇന്ന് എല്ലാവരും സുവിശേഷ വേല വിട്ട് കർത്താവിൻ്റെ വേല വിട്ട് ഉപജീവന മാർഗം ചെയ്യുവാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. അതുകൊണ്ട് സുവിശേഷ വേല ചെയ്യുവാൻ ആരുമില്ല. എല്ലാവരും പ്രൈസലാമേ വലിയ വലിയ ജോലികൾ തേടിപ്പിക്കൊണ്ടിരിക്കുക. അമേരിക്ക, യൂറോപ്പ്, ഗൾഫ് പല രാജ്യങ്ങളിലും ജോലി ചെയ്ത് സമ്പാദിച്ച് കാശുണ്ടാക്കി കാറെടുത്ത് വീട് വെച്ച് സമൃദ്ധിയോടെ അവർ ജീവിക്കുക. കാരണം പ്രൈസലാമേ സുവിശേഷകരുടെ മക്കൾ പോലും ഇന്ന് സുവിശേഷത്തിലില്ല. അതുകൊണ്ട് ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സുവിശേഷകർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രൈസലാമേ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം പ്രൈസലാമേ നീ ഘോഷിക്കുക. മറ്റുള്ളവരുടെ കാര്യം നീ പറയണ്ട. നിന്നെ വിളിച്ചിരിക്കുന്നത് മറ്റുള്ള സഹോദരിമാരെക്കുറിച്ച് പറയുവാനോ, മറ്റുള്ളവരുടെ സഹോദരന്മാരെക്കുറിച്ച് പറയുവാനോ, മറ്റുള്ള ഉപദേശിമാരെക്കുറിച്ച് പറയുവാനോ, മറ്റുള്ള സുവിശേഷകരെക്കുറിച്ച് പറയുവാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. നീ യേശുവിനെ കുറിച്ച് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചിറങ്ങുക. അങ്ങനെയാണെങ്കിൽ സ്തോത്രം അനേകർ ദൈവനാമ മഹത്വം ഹല്ലേലൂയ കാണും, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. അതല്ല നീ മറ്റുള്ളവരെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടിറങ്ങിയാൽ ദൈവം നിന്റെ പ്രൈസലാമേ ഹല്ലേലൂയ സ്തോത്രം നിന്റെ പേര് പ്രൈസലം ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയും. പ്രൈസലം നീ എന്നേക്കും നരകയോഗ്യനാവും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിച്ച് കഴിവതും പ്രൈസലം മറ്റുള്ളവരുടെ കാര്യം പറയാതെ നീ യേശുക്രിസ്തുവിനെ കുറിച്ച് പറ. നീ ജീവിതകാലം വരെയും മറ്റുള്ളവരെ കുറിച്ച് എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണോ? നിനക്ക് തെറ്റുപറ്റിപ്പോയി. നീ കൂടുതൽ നാള് നിനക്ക് ജീവിക്കണമെങ്കിൽ സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷം ജീവൻ നൽകുന്നതാ. കൂടുതൽ നാൾ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ സുവിശേഷം അതിന് നൽകും. കൂടുതൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ സുവിശേഷത്തിൽ കൂടെ അത് നൽകും. കൂടുതൽ നാൾ നിനക്ക് പ്രൈസൽ നന്മ ഉണ്ടാകണമെങ്കിൽ സുവിശേഷത്തിൽ കൂടെ അതുണ്ടാവും. കൂടുതൽ നാൾ നിനക്ക് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ സുവിശേഷത്തിൽ കൂടെ അതുണ്ടാവും. കൂടുതൽ നാൾ നീ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ സുവിശേഷത്തിൽ കൂടെ അതുണ്ടാകും. അപ്പോൾ നീ സുവിശേഷത്തിൽ അടച്ചാൽ നിന്റെ വഴി അടയുകയാണ്, നിന്റെ ആയുസ് തീരുകയാണെന്നാണ് യഥാർത്ഥ പച്ച മലയാളം പറഞ്ഞത്. അതുകൊണ്ട് സുവിശേഷത്തിൽ കൂടെ അനുഗ്രഹം വേണമെങ്കിൽ, സുവിശേഷത്തിൽ കൂടെ പ്രൈസലോ നിത്യജീവൻ വേണമെങ്കിൽ ഇതെല്ലാം സുവിശേഷത്തിൽ കൂടെയാണ്
നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എന്നിൽ കേൾക്കുന്ന പ്രിയരെ, സ്നേഹിതരായി, സ്തോത്രം. നീ സുവിശേഷം പറ, ദൈവനാമം നിന്നിൽ മഹത്വം കൊടുക്കും. ഈ വചനങ്ങളാലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. ദൈവനാമത്തുണ്ടാകട്ടെ. ആമേൻ. ഞാൻ ഉപസംഗ്രഹിക്കുന്നു.